1.5-2 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 8000 കിലോമീറ്റർ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കമ്പനി വാറണ്ടി നിലവിലുണ്ടോ? വാറണ്ടി നിലവിലുണ്ട്. നമുക്ക് ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ലോൺ ഇതിന്റെ മുകളിൽ എല്ലാം പറയുന്ന പോലെ തന്നെ 2 lakhന്റെ അടുത്തൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. 1.5 സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. അതും നമുക്ക് 7 വർഷം വരെ വാറണ്ടി ഉള്ള ഒരു വാഹനം 90% തന്നെ കിട്ടും, ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു വാഹനം, അതും വിത്ത് വാറണ്ടിയിൽ നമുക്ക് സ്വന്തമാക്കാം. അതും ഏറ്റവും ടോപ്പ് എൻഡ് IMT ഗിയർ ബോക്സിൽ സിംഗിൾ ഓൺഷിപ്പ് 34,000 കിലോമീറ്റർ. അത്യാവശ്യം വലിയൊരു വാഹനം തന്നെ പറയാം. നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. അത്രയും ഫീച്ചറിസ്റ്റിക് ആയ ഒരു വാഹനം. നമുക്ക് എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇതിന്റെ മുകളിൽ എന്തായാലും 2 lakh ഒക്കെ കാണേണ്ടി വരും. 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കുകയും ചെയ്യാം. പുതിയ വാഹനം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് നല്ല ലക്ഷങ്ങൾ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വാഹനം വിത്ത് കമ്പനി വാറണ്ടി, ചെറിയ കിലോമീറ്റർ, IVT ഗിയർ ബോക്സ്, 4 വർഷം വാറണ്ടി ഓൾറെഡി ഉണ്ട്. 4 വർഷം. അപ്പൊ 2026 വരെ നമുക്ക് വാറണ്ടിയിലുള്ള ഒരു വാഹനമാണ്. 22 മോഡലാണ്, 23 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അപ്പൊ 27 വരെ തന്നെ നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും അല്ലെ. അപ്പോൾ ആക്സിഡന്റ് ക്ലെയിം ഇല്ല. സിംഗിൾ ഓൺഷിപ്പ്, 34,000 കിലോമീറ്റർ, ഹൈലൈന് നല്ല സ്പേഷ്യസ് ആണ്. 7 സീറ്റർ ആണെങ്കിലും ബാക്ക് റോലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ക ഫീച്ചർ ലോഡിലാണ്. നമുക്ക് 7 സീറ്റർ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് ബെറ്റർ ആണ്. നല്ലൊരു അടിപൊളി ഓപ്ഷൻ എടുക്കണമെങ്കിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം. അതേപോലെ തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 1.5 ഒക്കെ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ 1.5 to 2 lakh മാക്സിമം ലോൺ എന്തായാലും ചെയ്തു കൊടുക്കും. അപ്പൊ ഒരു ചെറിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനം അത് വിത്ത് കമ്പനി വാറണ്ടി നമുക്ക് സ്വന്തമാക്കാം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്യാപ്സിലാണ്. ക്യാപ്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവില് നല്ല കിടിലൻ എസ്യുകളുടെ ഒരു അടിപൊളി ജാഗ്രതയായിട്ടാണ് വന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് ക്യാപ്സ് നൽകുന്ന കുറേ വാറണ്ടികളുണ്ട്. നമുക്ക് ബൈബാക്ക് ഗ്യാരണ്ടി, അതേപോലെ തന്നെ ഷോറൂം വാറണ്ടി. അത് നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഒരു യൂസർ കാർ, ഒരു ഫ്രഷ് കാർ എടുക്കുന്ന പോലെ ലക്ഷങ്ങൾ വിലക്കുറവിൽ നമുക്ക് ഇവിടുന്ന് സ്വന്തമാക്കാം. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടുള്ള നല്ലൊരു ക്രെഡിലും 2 പാർട്ടുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല മോഡൽ കൂടിയ ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് എപ്പോഴും നമുക്ക് ക്ലാപ്സിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ കൂടെ നിന്ന് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ജഫ്നയാണ്. അപ്പോൾ ജഫ്ന മാഡം, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? നമുക്ക് വാറണ്ടി എന്ന് പറഞ്ഞു, ആദ്യമായിട്ട് കാണുന്ന പലരും ഉണ്ടാവും. അപ്പോൾ ക്യാപ്സ് കൊടുക്കുന്ന ആ വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാപ്സ് കൊടുക്കുന്നത് 1 year വാറണ്ടിയും അത് കൂടാണ്ട് 1 year ബൈബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു നമുക്ക് ബൈബാക്ക് ഗ്യാരണ്ടിയോട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ ക്യാപ്സ് എടുക്കുന്ന വണ്ടികൾക്ക് നമ്മൾ ഒരു 1 yearനുള്ളിൽ നമ്മളടുത്ത് തന്നെ തിരിച്ചു കൊണ്ടുതരാം. ബൈ എക്സ്ചേഞ്ച് ആണെങ്കിലും ബൈ ക്യാഷ് ആണെങ്കിലും. ജസ്റ്റ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ഒരു 10% ഡിപ്രിസിയേഷനിൽ നമ്മൾ തിരിച്ചെടുക്കും. ഇനി അവർ ക്യാഷ് ആണ് നോക്കുന്നതെങ്കിൽ ഒരു 15% ഡിപ്രിസിയേഷൻ നമ്മൾ തിരിച്ചെടുക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് മാക്സിമം നമ്മൾ എടുക്കുന്ന വാഹനത്തിൽ നമുക്ക് മാക്സിമം വാല്യൂ നമുക്ക് ഇവിടുന്ന് തരും എന്നുള്ളതാണ് ഏറ്റവും. അതേപോലെ തന്നെ നമുക്ക് ഒരു വാഹനം, ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ നമുക്ക് എന്തൊക്കെയാണ് വാറണ്ടിയിൽ നമുക്ക് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നമ്മൾ എഞ്ചിനും ഗിയർ ബോക്സും എല്ലാം നമുക്ക്, അതായത് പുതിയൊരു വാഹനത്തിന് കിട്ടുന്ന മാക്സിമം എല്ലാ വാറണ്ടി കാര്യങ്ങളും നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിന്റെ വീഡിയോ കാണാത്ത പലരും ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് തിരുവണ്ണൂർ മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ് വരുന്നത്. ഇനി അഥവാ അവർക്ക് കിട്ടാതുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. ക്യാപ്സ് കാസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗൂഗിളിൽ തന്നെ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. SUV-കളാണ് കൂടുതലും വരുന്നത് അല്ലേ? അതൊക്കെ മോഡൽ കൂടിയതും SUV കാർസ്, ഓട്ടോമാറ്റിക്, പിന്നെ കൂടുതലും നമ്മുടെ അടുത്ത് പെട്രോൾ ആണ് ഉണ്ടാവുക. ഡീസൽ കുറച്ച് കുറവാണ്. ഓക്കെ. കാലിക്കറ്റിന്റെ ട്രെൻഡ് എന്ന് പറഞ്ഞ പെട്രോൾ ആണ് അല്ലേ? അതേപോലെ നമുക്ക് അധികം മോഡൽ കൂടിയതായതുകൊണ്ട് കമ്പനി വാറണ്ടിയിലുള്ളതായിരിക്കും മിക്ക വാഹനങ്ങളും. കൂടുതലും വാറണ്ടി ഉള്ള വണ്ടികളാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു 7 സീറ്റർ ആയിക്കോട്ടെ. കെയുടെ കാറൻസ് അല്ലെ? 7 സീറ്റർ ആണ്. നല്ല അടിപൊളി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. കേരളത്തിൽ ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ഒക്കെ വരുന്നത്. ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2022 മോഡൽ ലക്ഷറി പ്ലസ് ആ വരുന്നത്. പെട്രോൾ, ഓട്ടോമാറ്റിക്, 29,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആ വരുന്നത്. അപ്പൊ ചെറിയ കിലോമീറ്റർ, അത് മോഡൽ കൂടി. നിലവിലപ്പോ കമ്പനി വാറണ്ടി ഉണ്ടാവും അല്ലെ? കമ്പനി വാറണ്ടി ഉള്ള. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. നമുക്ക് 100% ഗ്യാരണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. 7 സീറ്റർ ആണെങ്കിലും ബാക്ക് റോലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും ആണ്. പിന്നെ പക്ക ഫീച്ചർ ലോഡിലാണ്. നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സ് പറയാതെ ഇരിക്കുകയായിരുന്നു നന്നാവില്ല. അത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയർ ആണെങ്കിൽ ഒരു എബോവ് 90% ഇതിന്റെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 7 സീറ്റർ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് ബെറ്റർ ആണ്. നല്ലൊരു അടിപൊളി ഓപ്ഷൻ. അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം. അതേപോലെ തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനമാണ്. എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 17,75,000. 17,75,000. നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു 1.5 ഒക്കെ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ 1.5 to 2 lakh ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ മാക്സിമം ലോൺ എന്തായാലും ചെയ്തു കൊടുക്കും. അപ്പൊ ഒരു ചെറിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനം അത് വിത്ത് കമ്പനി വാറണ്ടി നമുക്ക് സ്വന്തമാക്കാം അല്ലെ? പിന്നെ ഒരു കാര്യം, ട്രാക്ക് മസ്റ്റ് ആണ്. ട്രാക്ക് ഉണ്ടെങ്കിൽ
അത്യാവശ്യം നല്ല ലോൺ കയറുള്ളൂ. ഫോക്സ് വാഗൻ ടൈഗൺ, രണ്ടാമത്തത് ഓട്ടോമാറ്റിക് തന്നെ. ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. നല്ല കിട്ടലും ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ടയറൊക്കെ 100% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 മോഡല് ഹൈലൈൻ ആണ് വരുന്നത്. 2022 ഹൈലൈൻ അല്ലേ? പിന്നെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് വരുന്നുണ്ട്. 34,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഫുൾ കമ്പനി സർവീസ് അല്ലായിരുന്നു? ഫുൾ കമ്പനി സർവീസ്. കമ്പനി വാറണ്ടി നിലവിലുണ്ട്. 4 വർഷം വാറണ്ടി ഓൾറെഡി ഉണ്ട്. 4 വർഷം. അപ്പൊ 2026 വരെ നമുക്ക് വാറണ്ടിയിലുള്ള ഒരു വാഹനമാണ്. 22 മോഡലാണ്, 23 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അപ്പൊ 27 വരെ തന്നെ നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും അല്ലെ? അപ്പൊ ആക്സിഡന്റ് ക്ലെയിം ഇല്ല. സിംഗിൾ ഓൺഷിപ്പ്, 34,000 കിലോമീറ്റർ, ഹൈലൈന്, അതും ഓട്ടോമാറ്റിക് വാഹനം. നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് ഇതിന്? 14,50,000. 14,50,000 അല്ലേ? അപ്പൊ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാന്നാണ്. ഏകദേശം ഒരു 4-5 ലക്ഷം തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഫ്രഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 5 ലക്ഷത്തിന് അടുത്ത് തന്നെ നമുക്ക് ഇത് സേവ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമുക്ക് ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇതിന്റെ മുകളിൽ ഒരു എന്തായാലും ഒരു 12,500 അടുത്തൊക്കെ ലോൺ ചെയ്യാം. അപ്പൊ ഒരു 1.5-2 അടുത്തുള്ള ഒരു എമൗണ്ടിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. അപ്പൊ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാന്നുള്ളതാണ്. അതും നമുക്ക് ഫുള്ള് കമ്പനി വാറണ്ടിയില് 27 വരെ വാറണ്ടിയിൽ ഒരു യെസ്. അടുത്തതാണ് വീണ്ടും നമുക്കൊരു അടിപൊളി SUV ക്രെറ്റ. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡല് SX പ്ലസ് IVT ആണ് വരുന്നത്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്, 23,000 കിലോമീറ്റർ ആണ് വരുന്നത്. ചെറിയ കിലോമീറ്റർ ആണ് അല്ലേ? അതെ. ഇത് നിലവിൽ കമ്പനി വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ. പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. ആക്സിഡന്റ് ക്ലെയിം ഒന്നും പറയാനില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വാഹനം, കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടി. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് ഫുൾ കമ്പനി സർവീസ്. പിന്നെ നമുക്ക് ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. ചെറിയ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അല്ലേ? എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 16,75,000. 16,75 അല്ലേ? ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമുക്ക് ഒരു പുതിയ വാഹനം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് നല്ല ലക്ഷങ്ങൾ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വാഹനം വിത്ത് കമ്പനി വാറണ്ടി, ചെറിയ കിലോമീറ്റർ, IVT ഗിയർ ബോക്സ്, ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. സോ നല്ല ഹാൻഡിൽ ചെയ്യാനും ലേഡീസിനൊക്കെ നല്ല കംഫർട്ടായ ഒരു വാഹനം. എത്രയായിരുന്നു നമ്മൾ ചോദിക്കുന്നത്? 16,75. ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ എന്തായാലും ഒരു 15 റുപ്യന്റെ അടുത്ത് തന്നെ ലോൺ. ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ഒരു വാഹനം MG Hector അല്ലേ? ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. അതും എറണാകുളം രജിസ്ട്രേഷന്, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങൾ, പക്ക പ്യൂർ ബ്ലാക്ക്. ഡാർക്ക് എഡിഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്. 4 ടയേഴ്സും ഓക്കെയാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2019 മോഡല്, 37,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, ഷാർപ്പാണ് വേരിയന്റ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. നമുക്ക് ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിന്റെ നമുക്ക് ടച്ചപ്പ് കയറിയിട്ടില്ല എന്ന് തന്നെ പറയാം അല്ലെ? അത്രയും ഹൈ ക്വാളിറ്റി വാഹനം. അപ്പോൾ ഓൺഷിപ്പ് സിംഗിൾ ആണ്, 34,000 കിലോമീറ്റർ. നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 13,80. 13,80. നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് നല്ലൊരു ഫീച്ചർ ലോഡർ ആയിട്ട് ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഏകദേശം ലോൺ എത്ര? അത്യാവശ്യം വലിയൊരു വാഹനം തന്നെ പറയാം. നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്രയും ചെയ്യാം. അത്രയും ഫീച്ചറിസ്റ്റിക് ആയ ഒരു വാഹനം. നമുക്ക് എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇതിന്റെ മുകളിൽ എന്തായാലും 2 lakh ഒക്കെ കാണേണ്ടി വരും. 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കുകയും ചെയ്യാം. അടുത്തതാണ് നമുക്കൊരു സബോമീറ്റർ SUV നോക്കുന്നവർക്ക് കിയയുടെ സോണറ്റ്. ഇഷ്ടംപോലെ കളക്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു വൈറ്റില് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. KL 71 നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്. GT ലൈൻ ആണ് വരുന്നത്. GT ലൈൻ ആണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡല് GT ലൈൻ IMT ആണ്. IMT ഗിയർ. അത് നമുക്ക് ക്ലച്ച് ഇല്ലാതെ ഗിയർ ചേഞ്ചിങ് കാര്യങ്ങളെല്ലാം വരുന്നില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. കിലോമീറ്റർ 38,000 കിലോമീറ്റർ. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വാഹനം. കമ്പനി വാറണ്ടി നിലവിലുണ്ടോ? കമ്പനി വാറണ്ടി ഉണ്ട്. പുറമെ നമ്മൾ ക്യാപ്സ് നൽകുന്ന വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് നല്ലൊരു അടിപൊളി വാഹനം. നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 11,25. 11,25 അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 85% എന്തായാലും ലോൺ ചെയ്യാം. ഒരു 1.5-2 താഴെയുള്ള ഡൗൺ പേയ്മെന്റ് 90% തന്നെ കിട്ടും, ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു വാഹനം, അതും വിത്ത് വാറണ്ടിയിൽ നമുക്ക് സ്വന്തമാക്കാം. അതും ഏറ്റവും ടോപ്പ് എൻഡ് IMT ഗിയർ ബോക്സിൽ സിംഗിൾ ഓൺഷിപ്പ്, 34,000 കിലോമീറ്റർ. വീണ്ടും നമ്മളൊരു സോണറ്റ് തന്നെയാണ്. ഇതൊരു കളർ ചേഞ്ച് അല്ലേ? സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് HTX ആണ് വരുന്നത്. പക്ഷെ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കാലിക്കറ്റാണ് രജിസ്ട്രേഷൻ വരുന്നത് അല്ലേ? പിന്നെ ഇന്റീരിയർ ഒക്കെ നമുക്ക് ഫീച്ചർ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം അത്യാവശ്യം എല്ലാം ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ?
2020 മോഡൽ 21 രജിസ്ട്രേഷൻ. ഓക്കെ. കമ്പനി വാറണ്ടി നിലവിലുണ്ടോ? വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. 7 വർഷത്തേക്ക് വാറണ്ടി അവൈലബിൾ. 7 വർഷത്തേക്ക് വാറണ്ടി ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇനിയും നമുക്ക് 4-5 വർഷം ഇനിയും ബാക്കിയുണ്ട് അല്ലേ? അതെ. ഇതിന്റെ ഇൻഷുറൻസ് പുതിയതാണ്. കൂടാണ്ട് സർവീസ് ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു 1 മന്ത് ആയിട്ടില്ല സർവീസ് കഴിഞ്ഞിട്ട്. മേ ബി ഒരു 2 വീക്ക് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. നമുക്ക് വാഹനം നേരെ ഫ്യൂൽ അടിച്ച് ഓടിയാൽ മതി, വേറെ ഒന്നും ഇപ്പൊ നോക്കാനില്ല അല്ലെ? എല്ലാം പക്കയാണ് വരുന്നത്. നമുക്ക് എത്ര ചോദിക്കുന്ന ഈ വാഹനം? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 10,25,000. 10-25. അപ്പൊ നല്ലൊരു ബെസ്റ്റ് പ്രൈസും ആണ് നമുക്ക് അല്ലെ? അത്യാവശ്യം എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് സ്വന്തമാക്കാം. അതേപോലെ നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന്റെ മുകളിൽ എന്തായാലും 9 lakh ഒക്കെ കയറും. അപ്പൊ 1.5 സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. അതും നമുക്ക് 7 വർഷം വരെ വാറണ്ടി ഉള്ള ഒരു വാഹനം. നമ്മള് 3 MG ഒരുമിച്ചാണ് വരുന്നത് അല്ലേ? ടോട്ടൽ ഇവിടെ 4 MG-കളായി അല്ലേ? ഇതെങ്ങനെയായിരുന്നു? എക്ടർ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഏറ്റവും ടോപ്പ് എൻഡ് തന്നെയാണ് വരുന്നത് അല്ലേ? അതേപോലെ വടകര രജിസ്ട്രേഷൻ ആണ്. ടയർ കാര്യങ്ങളെല്ലാം പക്കയായിരുന്നു. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2020 മോഡല്. കിലോമീറ്റർ കാര്യങ്ങള് 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ ആണ്. ഡീസലും ആണല്ലേ? ഡീസൽ മാനുവൽ അല്ലേ? അതെ. അപ്പൊ ഡീസൽ നോക്കുന്നവർക്ക് നമുക്ക് ഡീസൽ ഉണ്ട്, പെട്രോൾ നോക്കുന്നവർക്ക് പെട്രോൾ ഉണ്ട്, ഇനി ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് അങ്ങനെയുണ്ട് അല്ലെ? എല്ലാ ഓപ്ഷൻസും ഒരു ഷോറൂമിൽ ചെന്ന പോലെ MG-യുടെ ഏത് വാഹനം വേണമെങ്കിലും നമുക്കുണ്ട്. അപ്പൊ എക്ടർ നോക്കുന്നവർ വേറെ എവിടെയും പോകണ്ട, നേരെ ഇവിടെ വന്നാൽ മതി അല്ലെ? ഓൺഷിപ്പ് സിംഗിൾ തന്നെ അല്ലേ വരുന്നത്? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 15,75,000. 15,75 അല്ലെ? ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 85% കയറും. 85%. ഏകദേശം ഒരു 2-3 ലക്ഷത്തിന്റെ ഇടയിലുള്ള ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അതോടെ വീണ്ടും നമുക്കൊരു MG വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? നേരത്തെ കാണിച്ച വൈറ്റ് ഡീസൽ ആണ്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? 2019 മോഡൽ. 2019 മോഡൽ അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വരുന്നത്. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം അല്ലേ? എത്രയാണ് ചോദിക്കുന്നത് ഇതിന്? 13,75,000. 13,75 അല്ലേ? ഏകദേശം നമുക്ക് ഇതിന് ലോൺ ഏകദേശം ഒരു 2-3 ലക്ഷം അല്ലെ? ഈ ഒരു 3 വണ്ടിക്കും ഏകദേശം ആ ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി എടുക്കാം. അതേപോലെ നമുക്ക് വീണ്ടും ഒരു ബ്ലാക്ക് വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ ഒരു ബ്ലാക്ക് പരിചയപ്പെട്ടിരുന്നു. അപ്പോ 2 വൈറ്റ് 2 ബ്ലാക്ക് അല്ലെ? അതിൽ ഡീസൽ വരുന്നുണ്ട്, പെട്രോൾ. ഇത് എങ്ങനെയായിരുന്നു? ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലെ? മോഡല് കാര്യങ്ങള് 2020 മോഡല്. ഷാർപ്പ് തന്നെ വരുന്നത്. ടോപ്പ് എൻഡ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് ക്ലെയിം 18,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഇതിൽ ഏറ്റവും കിലോമീറ്റർ കുറവുള്ളത് ഈ വാഹനമാണ് അല്ലേ വരുന്നത്? 18,000 കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. നമുക്ക് നല്ല ടെൻഷൻ ഇല്ലാതെ ഒരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ നല്ല വിലക്കുറവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വലിയൊരു വാഹനം. അതും ഫീച്ചർ ലോഡർ ആണ്. കൺട്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയായിരുന്നു? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 15,300. 15,300 അല്ലേ? ഇതും ഏകദേശം ഒരു 2-3 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി നമുക്ക് ഈ MG-യുടെ ഏത് വാഹനമാണെങ്കിലും 2.5 മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം സ്വന്തമാക്കാം. കിയ സെൽട്ടോസ് അല്ലെ? സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റെഡ് നല്ല അടിപൊളി കളറ്. 21 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല്? 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. HTK പ്ലസ് IMT ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. 10,000 കിലോമീറ്റർ ഓടിക്കേ ഉള്ളൂ. വെറും 10,000 കിലോമീറ്റർ. അപ്പൊ ചെറിയ കിലോമീറ്ററിലുള്ള നല്ലൊരു അടിപൊളി വാഹനം. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാല്ലേ? നമ്മൾ ഇയേഴ്സ് നോക്കുമ്പോൾ ഒരു വർഷത്തിൽ വളരെ ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം. ആക്സിഡന്റ് ക്ലെയിം ഒന്നും പറയാനില്ലല്ലോ? ഒന്നുമില്ല. നല്ല 100% ഗ്യാരണ്ടിയിൽ ഷോറൂം കണ്ടീഷനിൽ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം. എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 15 ലക്ഷം. 15 ലക്ഷം. ഏകദേശം നമുക്ക് ഏകദേശം എത്ര വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? 85% തന്നെ. ഒരു 1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്താണ് നമ്മള് സ്കോഡ കുഷാക്ക് അല്ലെ? കിഡ്ലൻ പൊളി കളറാണ്. റെഡ് അല്ലെ? ബ്ലഡ് റെഡ് എന്ന് തന്നെ പറയാം. KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷന്. മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2021 മോഡല്. 22 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? ഇത് നമുക്ക് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് കമ്പനി വാറണ്ടി നിലവിലുണ്ടോ? വാറണ്ടി ഉണ്ട്. സോ നമുക്ക് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. അത് 100% ഗ്യാരണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. നമുക്ക് ഓൺഷിപ്പ് സിംഗിളും അല്ലായിരുന്നു? അല്ല, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. ആംബിഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും. പക്ഷെ ഇതില് റിയറിൽ AC വെന്റ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 11.5 ലക്ഷം. 11.5 ലക്ഷം രൂപ അല്ല? ഏകദേശം നമുക്ക് എത്ര രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഒരു 85% ആണ്. ഒരു 1.5-2 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. നമുക്ക് ഇതാണ് വീണ്ടും ഒരു കിഡ്ലൻ വാഹനം. ക്രെറ്റ നമ്മൾ നേരത്തെ ഒരു വൈറ്റ് പരിചയപ്പെട്ടിരുന്നു. ഇനി ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്കില്
അല്ലെ പക്ക ബ്ലാക്കിൽ വരുന്ന അതും പരോണമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ ആണ്. മാനുവൽ ആണ് വരുന്നത്. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 മോഡല് SX പ്ലസ്. ഓക്കെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8000 കിലോമീറ്റർ. അതെ. ഓ, അത് നമുക്ക് ഷോറൂം കണ്ടീഷൻ തീരെ ഓടിയിട്ടില്ല എന്ന് പറയാം അല്ലേ? ഇല്ല, ഓടിയിട്ടില്ല, ഓട്ടം കുറവാണ്. ഓട്ടം കുറവുള്ള വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് അല്ലായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന 14,90,000. 14,90,000 വെറും 8000 കിലോമീറ്റർ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കമ്പനി വാറണ്ടി നിലവിലുണ്ടോ? വാറണ്ടി നിലവിലുണ്ട്. നമുക്ക് ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ലോൺ ഇതിന്റെ മുകളിൽ എല്ലാം പറയുന്ന പോലെ തന്നെ 2 lakhന്റെ അടുത്തൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ലക്ഷങ്ങൾ സേവ് ചെയ്യുകയും ചെയ്യാം. പ്ലസ് നമുക്ക് വാറണ്ടി ഉണ്ട്. കൂടാതെ തന്നെ 8000 കിലോമീറ്റർ നമ്മളെ വാറണ്ടി ഉണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് വേറെ എവിടെയും നോക്കണ്ട, ഒറ്റ നോക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മളെ വാറണ്ടിന്റെ പറയുകയാണെങ്കിൽ ക്യാപ്സിന്ന് നമ്മളെ വണ്ടികൾക്കാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. നമ്മളിവിടെ തന്നെ പാർക്ക് ആൻഡ് സെയിൽ ഇടുന്ന കുറെ വണ്ടികളുണ്ട്, അതിനൊന്നും നമ്മളെ വാറണ്ടി വരുന്നില്ല. അപ്പൊ നമ്മളെ വണ്ടികൾക്ക് നമ്മളെ വണ്ടികൾക്കാണ് നമ്മൾ വാറണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യുമല്ലോ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയാണ് പറയാറുണ്ട്. പാർക്ക് ആൻഡ് സെയിൽ ആണ്. അടുത്ത തവണ നമുക്കൊരു ചെറുവാഹനം, വലിയ വാഹനങ്ങൾക്കിടയിൽ ഇനി സാധാരണക്കാരന് വേണ്ടിയുള്ള വണ്ടി ഇല്ല എന്ന് പറയരുത് അല്ലെ? നമ്മൾ എല്ലാ റേഞ്ചിലുള്ള വണ്ടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ സെലേറിയോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല്, 19 രജിസ്ട്രേഷൻ, ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്, 52,000 കിലോമീറ്റർ, പെട്രോൾ, ഓട്ടോമാറ്റിക്. ഓക്കെ. റിയറിൽ വൈപ്പർ കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പ്ലസ് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത് അല്ലേ? നമുക്ക് ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, LCD സ്ക്രീന്, അങ്ങനെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഏറ്റവും ടോപ്പിന്റെ വാഹനം. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 495. 495. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന്റെ മുകളിൽ മേ ബി ഒരു 1 lakh ഒക്കെ കണ്ടാൽ മതിയോ? ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കം ചെയ്യാം അല്ലെ? i20യുടെ ന്യൂ ജെൻ അല്ലേ? 34 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 മോഡല്, 23 രജിസ്ട്രേഷൻ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്, 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് ഓപ്ഷൻ ഏതായിരുന്നു? 2023 രജിസ്ട്രേഷൻ വരുന്ന പുതിയ വണ്ടിയാണ്. മാസങ്ങൾ പഴക്കെന്ന് പറയാം അല്ലെ? ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല, ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം. കിലോമീറ്റർ പറഞ്ഞത് 14,000 കിലോമീറ്റർ. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ചോദിക്കുന്ന റേറ്റ് 8 ലക്ഷം. 8 ലക്ഷം രൂപ അല്ലെ? ഏകദേശം ഫ്രഷ് നമ്മൾ 10ന് മുകളിൽ പോകുന്നില്ല വണ്ടിക്ക്? 10ന് മുകളിൽ പോകുന്നുണ്ട്. നമുക്കപ്പോ ഏകദേശം 2 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. 14,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ്, അതും കമ്പനി വാറണ്ടി ഉള്ള ഒരു വാഹനം അല്ലെ? ഏകദേശം നമുക്ക് എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും ഇതിന്? 1.5 ഒക്കെ കണ്ടാൽ മതി. 1 ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഹുണ്ടായി വെർണ, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. കേട്ടർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡൽ SX പ്ലസ്, 2010 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലെ? സോ നല്ല പെർഫോമൻസ്, മൈലേജ് അല്ലെ? നല്ല സ്പേഷ്യസ് ആയ വാഹനം, നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ്. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1,25,000 ഓടിയിട്ടുണ്ട്. ഓക്കെ. 1.25. ഫുൾ കമ്പനി സർവീസ് ആണോ? നമുക്ക് എഞ്ചിന് മെക്കാനിക്കൽ വാറണ്ടി കൊടുക്കാം അല്ലെ? ക്യാപ്സിന്റെ വാറണ്ടി നിലവിലുണ്ട് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വാറണ്ടിയിൽ എടുക്കാൻ പറ്റും. അപ്പൊ കിലോമീറ്റർ ഒക്കെ പക്കയാണ്. നമുക്ക് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്കില് സൺറൂഫ് വരെ വരുന്ന ഏറ്റവും ടോപ്പിന്റെ വണ്ടി. നമ്മള് എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 7,65,000. 7,60 അല്ലെ? ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 1.5 രൂപ കണ്ടാൽ മതി. 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കും ചെയ്യാം അല്ലെ? അപ്പൊ നമ്മള് ക്യാപ്സിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞാണ് നിങ്ങള്? ക്യാപ്സിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് തിരുവണ്ണൂർ മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ്. ഓക്കെ. നമ്മള് കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് മിംസ് ഹോസ്പിറ്റലിന്റെ റൂട്ടിലേക്കാണ് വരുന്നത്, മാങ്കാവുന്ന്. ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താലും നമുക്ക് കാസിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇതാണ് ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം തന്നെ നമ്മളൊരു പുതിയ പാർട്ട് വരും. അപ്പോൾ വെയിറ്റ് ചെയ്തോളി. മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ റിയാസ് ആൻഡ് ജഫ്ന സൈനിങ് ഓഫ്.